ഹായ് ഹലോ. ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫൈഹു കുട്ടീൻ്റെ ഒരു ഡേ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം അവൾ സ്കൂളിലേക്ക് പോണതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫൈഹു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവളെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ബാഗും കൂടി ഷൂട്ട് ചെയ്ത് വേണ്ടി കാണിച്ചു തരികയാണ് കേട്ടോ. നല്ല സന്തോഷത്തിലാണ്. ഇനി അവിടെ പോയിട്ട് എന്താ ലെവല് എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അതങ്ങനെ ഞങ്ങളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക നമ്മളെ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇതവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ഡേ ആയതുകൊണ്ട് ഉച്ചവരെ തന്നെ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈയോടെ അവളെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇക്കാക്ക് വർക്കിനും പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോകും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെ ഓരോ പേരൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഫൈഹു കുട്ടി ആ കളിക്കുന്ന ടൈമിലൊന്നും എണീച്ചേ ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ പോയ ഇൻട്രസ്റ്റ് ഒന്നും ഇരുന്നില്ല. അവിടെ എത്തിയപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റൂളിൽ ചെയറിലൊക്കെ ഇരുത്തുന്ന ടൈമിൽ കുഴപ്പമൊന്നും ഇരുന്നില്ല. നല്ല ഹാപ്പി ആയിരുന്നു. കുറച്ച് നേരം കുറച്ച് നേരം ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ കരയണതൊക്കെ കണ്ടപ്പോൾ ആളുടെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഒന്നിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലും ഒരേ ഇതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. ഒരു 12 മണി വരെ ഇരുന്നു കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നത്. ക്ലാസ് പറയാനില്ല, കുറച്ച് നേരം കുട്ടികളെയൊക്കെ ഒന്ന് എത്തിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ കുറച്ച് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതവിടെ ഒരു ഷോപ്പിലോട്ട് പോയിട്ട് കേട്ടോ ഫൈഹുവിന് ഐസ്ക്രീമും പിന്നെ 2 ഷേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും. അപ്പോൾ കുറച്ച് നേരമായപ്പോൾ ഭയങ്കര നിന്ന് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് ആകെ മൊത്തം വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി ഒരു വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വൈകിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേനും ചായ വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസമായി ഇതിലൊരു മാംഗോ ഇരിക്കണം കേട്ടോ. ഒരു 2 മാംഗോ ഇരിക്കണം. നല്ല പഴുത്തതായിരുന്നു. അപ്പോൾ പഴുത്തത് കുട്ടികൾക്ക് അങ്ങനെ നല്ല ഇഷ്ടമല്ല കേട്ടോ. നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴുത്തത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് സ്കൂപ്പ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസായിരുന്നു. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അത് വേറെ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്പ് അതിലായിപ്പോയി. അങ്ങനെ ഇതവിടെ ഫൈഹുവിന് ഞാനിതവിടെ ജ്യൂസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ചോക്ലേറ്റാണ്. അപ്പോൾ ബ്രഷും പേസ്റ്റും ഒക്കെ കൂടിയിട്ട് ഉള്ള ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് കേട്ടോ. അങ്ങനെ ഇതവിടെ കുട്ടികളുടെയൊക്കെ കുറച്ച് നേരം അവിടെ ഇരുത്തി അവൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് കിച്ചണിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കണ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. ഞാനിന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ആക്കിയത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ബോറടിക്കേണ്ട വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതവിടെ നമ്മൾ ലെയറായിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഉച്ചക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ 2 ദിവസമായി പൊറോട്ട ഉണ്ടാക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതവിടെ നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നല്ലേ ഞാനിത് ഷൂട്ട് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടാണ്. അപ്പം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പകുതിയിലിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെ ഇതവിടെ നമ്മുടെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഏകദേശം ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റും അതുപോലെ നല്ല ലെയറും ആയിട്ടുള്ള പൊറോട്ടയാണ്. എല്ലാവരും കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായി, നല്ല സോഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ ഇന്നത്തെ വിശേഷം ഇത്രയേനുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.